മങ്കട മണ്ഡലം UDF സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി പ്രചാരണം ആരംഭിച്ചു. ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാണ് തന്നെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതെന്നും ഏറെ സന്തോഷമുണ്ടെന്നും മഞ്ഞളാംകുഴി അലി പറഞ്ഞു. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നു. മണ്ഡലത്തിന്റെ കൂടുതൽ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. നിയമസഭയിലേക്ക് 7ാം തവണയാണ് മങ്കട മണ്ഡലം UDF സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി മത്സരിക്കുന്നത്. 1996-ൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് മുസ്ലിം ലീഗിലെ KPA മജീദിനോട് പരാജയപ്പെട്ടു. 2001-ൽ KPA മജീദിനെയും 2006-ൽ MK മുനീറിനെയും പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി. CPM-ഉമായുള്ള ബന്ധം ഉപേക്ഷിച്ച് മുസ്ലിം ലീഗിൽ ചേർന്ന മഞ്ഞളാംകുഴി അലി 2011-ലും 2016-ലും പെരിന്തൽമണ്ണയിൽ നിന്നും വിജയിച്ച് തുടർച്ചയായി നിയമസഭയിലെത്തി. 2011-ലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ന്യൂനപക്ഷക്ഷേമ നഗരകാര്യ വികസന മന്ത്രിയായിരുന്നു. 2021-ൽ മങ്കടയിലേക്ക് മാറി വിജയം ആവർത്തിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും മങ്കടയിൽ പരിഗണിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതെന്നും മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതന്യനായ സാദിഖലി ശിഹാബ് മുൻകാലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിരുന്ന അതേ രീതിയിലല്ല അവർ ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ ഒപ്പീനിയൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ സർവേ നടത്തിയിട്ടുണ്ട്, 2-3 പ്രാവശ്യം സർവേ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റി അവർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുമായി എത്രത്തോളം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നെ വീണ്ടും ഉടനെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സംശയമില്ല, അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ ഉണ്ടല്ലോ, അതിനനുസരിച്ച് ഞങ്ങളൊക്കെ പ്രവർത്തിക്കും. നല്ല നിലയിൽ മങ്കട മണ്ഡലത്തിന് UDF വിജയിച്ചു വരണമെന്ന് ഞങ്ങളുടെ ആഗ്രഹവും അഭിപ്രായവും. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ മഞ്ഞളാംകുഴി അലി പ്രചാരണവും ആരംഭിച്ചു. പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ അനുഗ്രഹം വാങ്ങിയാണ് പ്രചാരണം തുടങ്ങിയത്. തുടർന്ന് രാമപുരം ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സന്ദർശിച്ചു. നോമ്പ് കഴിയുന്നതോടെ പ്രചാരണം കൂടുതൽ സജീവമാക്കാനാണ് UDF സ്ഥാനാർത്ഥിയുടെ തീരുമാനം. പ്രചാരണം ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ നേതാവ് ആലിക്കുട്ടി മുസ്ലിയാരുടെ അടുത്ത് പോയി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മറ്റുള്ള പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമായും ഈ നോമ്പുകാലമാണ്, അവസാനത്തെ 10 അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കൂടുതൽ ആൾക്കാരൊക്കെ ഇത്തിക്കാഫിലാണ്, പള്ളിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഈ സമയത്ത് കാണാൻ ഉള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ പോയി കാണുന്നുണ്ട്. ഒരു സംശയവുമില്ല. ജനങ്ങളെ മുഴുവനും കണ്ടുകൊണ്ടായിരിക്കും. ജനങ്ങൾക്ക് എന്നെ കൃത്യമായിട്ട് അറിയാം. കുറേ കാലമായിട്ടുള്ള ഇപ്പം ഇവിടെ തന്നെ ഞാൻ എന്നെ കാണുന്നത് കൊണ്ട് എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം ഞാൻ എന്താണ്, ഞാൻ എത്രത്തോളം ജനകീയനാണെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ കോൺഫിഡൻസ് ഉള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ മങ്കട മണ്ഡലത്തിൽ 528 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. മണ്ഡലത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നുവെന്നും മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. ഡെവലപ്മെന്റ് 528 കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനങ്ങൾ ഒരു മണ്ഡലത്തിൽ ഒരു പ്രതിപക്ഷ MLAക്ക് ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. കുറേ കേന്ദ്ര സർക്കാരിന്റെ കുറേ അധികം മറ്റുള്ള ഫണ്ടുകളുണ്ട്. ഇപ്പൊ ഈ ഹൈവേയിൽ ചെലവാക്കിയൊന്നും ഞങ്ങൾ ഇതിൽ കൂട്ടിയിട്ടില്ല. കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ വഴി വന്നിട്ടുള്ള ഫണ്ടുകളാണ് ഈ 528 കോടി രൂപയുടെ ഫണ്ടുകൾ. അത് അവിടെ ഒരു സംശയമില്ല, നമുക്കൊക്കെ ജനങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയാം. അത്രയും വലിയ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അവരുടെ ഡെയിലി ആവശ്യങ്ങളുണ്ടല്ലോ, ചെറിയ റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, ഇലക്ട്രിസിറ്റി, കോളേജ്, സ്കൂൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ആശുപത്രികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ജനങ്ങൾ എനിക്ക് വിശ്വാസം തോന്നുന്നതാ. ഇതൊക്കെ ചെയ്തു കൊടുത്തു, ഒരു സംശയമില്ല, ജനങ്ങൾ വീണ്ടും UDFന് അധികാരത്തിലെത്തുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം വകവയ്ക്കാതെ സ്ഥാനാർത്ഥിയാകാൻ അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റിനെ തലസ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. തനിക്കെതിരെ ആര് വന്നാലും അതിനെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്നും മഞ്ഞളാംകുഴി അലി പറഞ്ഞു. അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ ഇല്ലെന്ന് അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇവിടെ ആര് വന്നാലും ശരി, ഒരു സംശയവുമില്ല, ജനങ്ങൾ UDFന്റെ കൂടെ ആദരണീയനായ സാദിഖലി ശിഹാബ് തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച്, അദ്ദേഹത്തിന്റെ ഡിസിഷൻ അനുസരിച്ചായിരിക്കും ആൾക്കാർ വോട്ട് ചെയ്യുക. അപ്പോൾ എന്ത് തന്നെ ആയാലും ഞങ്ങൾ UDF അധികാരത്തിൽ വരും തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടുന്ന് UDF വിജയിക്കുകയും ചെയ്യും. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.